ശശിക്ക് പാർട്ടി അമിത ലാളന നൽകി. ഇത്രയധികം പരിഗണന കിട്ടിയ മറ്റൊരു നേതാവില്ല എന്ന് NL കൃഷ്ണദാസ്. അതിന് ഇന്നലെ പാർട്ടി ജില്ലാ സെക്രട്ടറിക്കെതിരെ ശശി ഉന്നയിച്ച ആരോപണങ്ങളെ സംബന്ധിച്ച് ജില്ലാ സെക്രട്ടറി ഇന്നലെ ഞങ്ങൾ ആലോചിച്ച് തിരുവനന്തപുരത്ത് വെച്ച് തന്നെ മറുപടി പറഞ്ഞിരുന്നു. DYFI യൂത്ത് സെൻറ്ററിനെതിരെ ഉന്നയിച്ച ആക്ഷേപം DYFIക്കാർ പറഞ്ഞു, ഇന്നലെ പറഞ്ഞിട്ടുണ്ടെന്ന് അറിഞ്ഞത്. അപ്പോൾ അത് അവർ പറഞ്ഞിട്ടുണ്ട്, അത് കൂടുതലൊന്നും ഇനി പറയേണ്ട ആവശ്യമില്ല. എന്താണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ ആരോപണം ഉന്നയിക്കുന്നത് എന്നുള്ളത് അദ്ദേഹം തന്നെയാണ് വ്യക്തമാക്കേണ്ടത്. അതിനൊക്കെ സംബന്ധിച്ച് ജില്ലാ സെക്രട്ടറി ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിൽ കൂടുതൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ശശിയുടെ അഭിപ്രായം അങ്ങനെയാവും. പക്ഷേ പാർട്ടിക്ക് പാർട്ടിയുടെ സമ്പ്രദായങ്ങളുണ്ടല്ലോ. പാർട്ടി ഏറ്റവും കൂടുതൽ അവസരങ്ങൾ കൊടുത്ത ഈ ജില്ലയിലെ നേതാക്കളിൽ ഒരാൾ PK ശശിയാണ്. ഇത്രയധികം ലാളനയും പിന്തുണയും പ്രോത്സാഹനവും പാർട്ടിയിൽ നിന്ന് കിട്ടിയ മറ്റേതെങ്കിലും ഒരു നേതാവ് ഈ ജില്ലയിലുണ്ടാവും എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ശശിക്ക് ശശിയുടെ പരാതികളുണ്ടാവും. പാർട്ടിക്ക് പാർട്ടിയുടെ രീതിയും സമ്പ്രദായവും അനുസരിച്ചേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ അവധാനതയോടുകൂടിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ സമീപിച്ചത്. അപ്പോൾ വീണ്ടും ഞാനതാ പറയണം, ഇത്ര അധികം പിന്തുണയും ലാളനയും പാർട്ടി നേതൃത്വത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളൊരു നേതാവ് ഈ ജില്ലയിൽ ഉണ്ടാവില്ല. അമിതമായ ലാളന കിട്ടിയതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ശശി പിന്നീട് പാർട്ടിക്കെതിരായി മാറാൻ ഇടവന്നത് എന്ന് കരുതേണ്ടി വരും. ഇത്ര അധികം ലാളന കിട്ടിയ ഒരു നേതാവ് പാലക്കാട് ജില്ലയിൽ വേറെ ഒരു നേതാവ് ഉണ്ടാവില്ല പാർട്ടിക്ക്. ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ.